സോ ഹലോ ഗൈസ്, ഞാനാണ് അതിഥി. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും ഷവോമി, റെഡ്മി അല്ലെങ്കിൽ പോക്കോ ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൽ ഇഷ്ടംപോലെ ആഡ്സ്, ബ്ലോട്ടേഴ്സ്, റെക്കമെൻഡേഷൻസ് ഇതൊക്കെ കാണും. ഇതൊക്കെ നമുക്ക് പലപ്പോഴും അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് നമ്മുടെ ഫോൺ എങ്ങനെ ക്ലീൻ ആക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് പോക്കോ X6-ലാണ്. ഇപ്പോൾ നിങ്ങളുടെ റെഡ്മി അല്ലെങ്കിൽ ഷവോമി ഫോണിലാണെങ്കിൽ പോലും സെയിം സ്റ്റെപ്സ് ആണ്, ഒരു മാറ്റവും ഇല്ല. സോ നമ്മുടെ ഫോൺ ഓണാക്കി ലോക്ക് സ്ക്രീൻ തൊട്ട് തന്നെ ഈ ആഡ്സും റെക്കമെൻഡേഷൻസും ഒക്കെ കാണിച്ച് തുടങ്ങുന്നുണ്ട്. സോ നിങ്ങളാണെങ്കിൽ ലോക്ക് സ്ക്രീനിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇതേപോലെ ഫോട്ടോസ് മാറി മാറി നിൽക്കുന്ന ഒരു പരിപാടി. ഒപ്പം തന്നെ അവിടെ ആഡ്സും റെക്കമെൻഡേഷൻസും ഒക്കെ കാണിക്കും. ഇതാണ് ഗ്ലാൻസ്. സോ ഇത് ആദ്യമേ നമുക്ക് എങ്ങനെ ഓഫ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിന് വേണ്ടി ആദ്യം തന്നെ സെറ്റിങ്സിലോട്ട് പോവുക. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഗ്ലാൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. സോ അതിന് പകരം നിങ്ങൾ അവിടെ ലോക്ക് സ്ക്രീൻ സെറ്റിങ്സിലേക്ക് പോകണം. അവിടെ താഴെയായിട്ട് ഗ്ലാൻസ് ഫോർ MI എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ടേൺ ഓഫ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മാത്രം മതി. ഗ്ലാൻസ് ഓഫായി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു വാൾപേപ്പർ ഇട്ട് യൂസ് ചെയ്യുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി നമ്മൾ ലോക്ക് സ്ക്രീനിൽ നേരെ ഹോം സ്ക്രീനിലോട്ട് വരുവാണെങ്കിൽ അവിടെ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ കുറേ ഫീഡ്സും ന്യൂസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ആഡ്സും റെക്കമെൻഡേഷൻസും ഒക്കെ അവിടെയും കാണിക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ഇതിന് വേണ്ടി നേരെ സെറ്റിങ്സിലോട്ട് പോവുക. അവിടെ ഹോം സ്ക്രീൻ സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് -1 സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് ആപ്പ് വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കാണാൻ പറ്റുക. അത് മാറ്റി നണ്ണായി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഈ സാധനം അവിടെ നിന്ന് പോകും. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡിസ്കവർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അതാകുമ്പോൾ ഗൂഗിളിൻ്റെ ഫീഡ്സ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇനി ഹോം സ്ക്രീനിൽ നമ്മൾ ആപ്പ് ഡ്രോയറിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ എപ്പോൾ ആപ്പ് ഡ്രോയർ തുറന്നാലും ഇതേപോലെ കീബോർഡ് പോപ്പപ്പായി വരും. ഒപ്പം തന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ റെക്കമെൻഡേഷൻസും കാണിക്കും. ഇത് തീർച്ചയായിട്ടും ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റും. ഇതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ആപ്പ് ഡ്രോയറിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സെറ്റിംഗ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം കാണുന്ന ആപ്പ് സജഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതങ്ങ് ഓഫാക്കുക. അത് കഴിഞ്ഞ് കാണുന്ന ഇൻ-ആപ്പ് ക്വയറി മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും ഓഫാക്കുക. അത് കഴിഞ്ഞ് കാണുന്ന ഓപ്പൺ സെർച്ച് ആഫ്റ്റർ ഓപ്പണിംഗ് ആപ്പ് ഡ്രോയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതും ഓഫാക്കുക. ഈ 3 ഓപ്ഷൻസ് നിങ്ങൾ ഓഫാക്കി ഇടുവാണെങ്കിൽ ആപ്പ് ഡ്രോയറുള്ള അനോയിങ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മാറിക്കിട്ടും. ഇനി ആപ്പ് ഡ്രോയറിലോട്ട് നോക്കുവാണെങ്കിൽ കുറേ അധികം ബ്ലോട്ട്വെയർസ് കാണാൻ പറ്റും. അതായത് ഷവോമിയുടെയും ഗൂഗിളിൻ്റെ അല്ലാത്തതായിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബബിൾ ഷൂട്ടർ പോലുള്ള കുറേ ചൈനീസ് ഗെയിംസും ഒപ്പം തന്നെ കുറേ ആപ്ലിക്കേഷൻസും. ഈ ആപ്ലിക്കേഷൻസൊന്നും നമുക്ക് ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അൺഇൻസ്റ്റോൾ കൊടുത്ത് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് കുറേ അധികം സ്റ്റോറേജ് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസ് അയക്കുന്ന അനാവശ്യ നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ, അതും കുറഞ്ഞു കിട്ടും. ഇനി ചില അനാവശ്യ സിസ്റ്റം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻസ് കൊണ്ട് വലിയ യൂസ് ഇല്ല, പക്ഷേ എന്നാൽ പോലും അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് അയക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഒന്നും നമുക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാനും പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗെറ്റ് ആപ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാൽ പോലും കുറേ അനാവശ്യ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഫോണിലേക്ക് ഇത് തരാറുണ്ട്. ഭയങ്കര അനോയിങ് ആണ്. പക്ഷേ എന്നാൽ പോലും ഈ ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റോൾ ചെയ്ത് കളയാനും പറ്റത്തില്ല. എന്നാൽ ഈ ആപ്ലിക്കേഷൻസ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് തരുന്നത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിന് വേണ്ടി ആ ആപ്ലിക്കേഷനിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ആപ്പ് ഇൻഫോയിലോട്ട് പോവുക. അവിടെ നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷോ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നീട് ഈ ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ഒന്നും നമുക്ക് വരത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം ഇതുപോലെ ചെയ്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഫോണിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ നേരെ സെറ്റിങ്സിലോട്ട് പോവുക. അവിടെ പോയിട്ട് പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഫോണിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് ഒന്നും കാണിക്കത്തില്ല. ഇനി ഞാൻ പറയുന്ന 2 ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് ഞാൻ കാണിക്കുന്ന അതേ സെറ്റിങ്സ് തന്നെ ഫോളോ ചെയ്യുക. ആദ്യം തന്നെ സെക്യൂരിറ്റി ആപ്ലിക്കേഷനിലേക്ക് പോവുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന സെറ്റിങ്സ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് റിസീവ് റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതങ്ങ് ഓഫാക്കി ഇടുക. ഇനി മ്യൂസിക് ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനകത്ത് കുറേ ആഡ്സ്, റെക്കമെൻഡേഷൻസ്, ഓൺലൈൻ കണ്ടന്റ് സർവീസ് ഇതെല്ലാം വന്നിട്ട് ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം എടുത്ത് കളഞ്ഞ് നമുക്ക് കംപ്ലീറ്റ്ലി മ്യൂസിക് ആപ്ലിക്കേഷൻ ക്ലീൻ ആക്കാൻ പറ്റും. അതിനുവേണ്ടി ആദ്യം തന്നെ മ്യൂസിക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെയായിട്ട് സെറ്റിങ്സ് ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അവിടെ അഡ്വാൻസ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അതിനകത്ത് ആദ്യം കാണുന്ന ഷോ ആഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതങ്ങ് ഓഫാക്കുക. അത് കഴിഞ്ഞ് കാണുന്ന ഷോ ഓൺലൈൻ റെക്കമെൻഡേഷൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും അങ്ങ് ഓഫാക്കുക. അത് കഴിഞ്ഞ് കാണുന്ന പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും ഓഫാക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓൺലൈൻ കണ്ടന്റ് സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും ഓഫാക്കുക. ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ക്ലീൻ ആയി. സോ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പോക്കോ, ഷവോമി അല്ലെങ്കിൽ റെഡ്മി ഫോൺ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.